മോഹൻലാൽ പറഞ്ഞതുപോലെ എല്ലാത്തിനോടും അദ്ദേഹത്തിന് പ്രണയമാണ്. കൂടെ അഭിനയിക്കുന്നവരോടും ആ പ്രണയം വേറൊരു തലത്തിലുള്ള പ്രണയമാണ്. ഈ വാലന്റൈൻസ് ഡേ എന്ന് പറയുന്നത് പൂക്കച്ചവടക്കാർക്കും എന്താ പറയാ മിഠായി കച്ചവടക്കാർക്കും മാത്രമുള്ളതല്ലേ. കേക്ക് അവയ്ക്കെല്ലാം പുറമെ ഓരോ കൂടെ ആഘോഷമായി. പക്ഷെ നമ്മൾ സ്നേഹിക്കപ്പെടാൻ അല്ലെങ്കിൽ ഒരാൾ നമ്മളെ കെയർ ചെയ്യാനുണ്ടെങ്കിൽ ഒരുപാട് ഡിഫറൻസ് ആ ഒരു ഇതിൽ വരുന്നുണ്ട്. ഹാപ്പി വാലന്റൈൻസ് ഡേ. ആർക്കാ? നിങ്ങൾക്കാണോ അത് പ്രേക്ഷകർക്കാണോ? എല്ലാവർക്കും. എന്താണ് വാലന്റൈൻസ് ഡേയുടെ പ്രത്യേകത? എന്തുവാ? എന്തുകൊണ്ടാണ് പ്രണയിക്കുന്നവരുടെ ദിവസമാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മളെല്ലാവരും കുറെ വാലന്റൈൻസ് ഡേ കണ്ടിട്ടുണ്ട്. വാലന്റൈൻസ് ഡേ എന്ന് പറയുന്നത് കേൾക്കുമ്പോ ചേച്ചിക്ക് എന്താ മനസ്സിലാദ്യം വരാറ്? ഞാന് എല്ലാവർക്കും വിഷ് ചെയ്യാറുണ്ട്. നല്ലൊരു പാർട്ണറെ, നല്ലൊരു പ്രണയിനിയെ അല്ലെങ്കിൽ പ്രണയിക്കാൻ ഒരു പുരുഷനെ കിട്ടട്ടെ എന്ന് എല്ലാവരോടും അങ്ങോട്ട് ആശംസിക്കാറുണ്ട്. പിന്നെ പ്രണയിക്കാൻ ആളെ കിട്ടണമെന്ന് എല്ലാവരും ആഗ്രഹിക്കാറുണ്ടായിരിക്കാം. അതുപോലെ എല്ലാവർക്കും വിഷ് ചെയ്യുന്നതാണോ വാലന്റൈൻസ് ഡേ എന്നുള്ളത്? അപ്പൊ എനിക്ക് വേറൊരു സാധനം, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, സ്വന്തമാക്കി അഭിമാനിക്കൂ എന്നൊരു പരസ്യവാചകോട് ഈ വാലന്റൈൻസ് ഡേയില് എല്ലാവരോടും അതാണ് പറയാനുള്ളത്. മറ്റുള്ളവരോട് അസൂയപ്പെടാതെ ഒരു പ്രണയിനിയെ അല്ലെങ്കിൽ പ്രണേതാവിനെ സ്വന്തമാക്കി എല്ലാവരും അഭിമാനിക്കൂ. അപ്പൊ ഈ വാലന്റൈൻസ് ഡേ ഒക്കെ ഓപ്പൺ ആയി പറയാൻ തന്നെ തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ച് നാളുകളെ. പഴയ കാലത്തെ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്ത് ദിവസം, വേറെന്തോ മറ്റേ റിപ്പബ്ലിക് ഡേ പോലത്തെ എന്തോ ആണെന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ എന്റെ വളരെ ചെറിയ പ്രായത്തിൽ, അതായത് ഞാനൊരു 8-9 ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ കേട്ടിട്ടുണ്ട്. അതായത് എന്റെ ഒരു ഫ്രണ്ട്, എന്റെ കൊച്ചിലേ മുതലുള്ള എന്റെ ഒരു കൂട്ടുകാരനുണ്ട്. അവൻ നാഗ്പൂർ അവരെ ഷിഫ്റ്റ് ആയി പോയി. അപ്പൊ അവിടുത്തെ സ്കൂളിൽ ചേർന്നപ്പോ അവിടെ ഈ വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അന്ന് മുതൽ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ അവര് കോളേജിൽ തന്നെ ഇങ്ങനെ ഫംഗ്ഷനൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ നമ്മളിപ്പോ ഇവിടെ ക്രിസ്മസ് ഫ്രണ്ടിനെയൊക്കെ സെലക്ട് ചെയ്യുന്നത് പോലെ അവരവിടെ ഇഷ്ടമുള്ളവർക്ക് വൈറ്റ് റോസ്, അത് ഫ്രണ്ടിന് വൈറ്റ് റോസ് ബ്രദർലി ലവ് ആയിട്ടുള്ളതിന്, പിന്നെ യെല്ലോ റോസ് ക്ലോസ് ഫ്രണ്ടിന് കൊടുക്കുന്നത്, റെഡ് റോസ് പ്രണയം പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ അവര് അവിടെ അവരുടെ സ്കൂളില്, കോളേജിൽ +2 പഠിക്കുന്ന അവിടെ അങ്ങനെ അറേഞ്ച് ചെയ്ത് സ്കൂളിൽ തന്നെ നടത്താറുണ്ടെന്ന് കേട്ടിട്ടാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടോ? ആദ്യമായി ഞാൻ ഈ വാലന്റൈൻസ് ഡേ കേൾക്കുന്നത് അവിടെ നിന്നാണ്. അത് എത്ര വർഷം മുമ്പായിരിക്കും? ഒരുപാട് വർഷം. എന്റെ പ്രായം പറയൂലേ അപ്പൊ? കുറെ വർഷം മുമ്പ്. എന്നാലും വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോൾ വാലന്റൈൻസ് ഡേ ഒരു 94 കാലഘട്ടത്തില്, 94 ആ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിലേക്ക് ഒരു വാലന്റൈൻസ് ഡേയുടെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തോ അതിനേക്കാൾ സെലിബ്രേഷൻസ് ഇവിടെ. അപ്പൊ ഞാൻ ആലോചിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനൊന്നും ഇല്ലല്ലോ, അവിടെ ആ നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് അത് ഉള്ളത് എന്ന് വിചാരിച്ച് അതിശയത്തിൽ പറയുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞപ്പോ നമ്മുടെ നാട്ടിലും വാലന്റൈൻസ് ഡേ വിഷസ് കാർഡുകൾ, അല്ലെങ്കിൽ നമുക്ക് ആകെ ഉള്ള ഒരു ക്രിസ്മസ് കാർഡ് മാത്രം, ന്യൂ ഇയർ കാർഡുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഇതങ്ങ് ഏറ്റെടുത്തു വാലന്റൈൻസ് ഡേ. ഇപ്പൊ ഫെബ്രുവരി 14th എന്ന് പറയുന്നത് മാത്രമാണ് നമ്മൾ ഈ വാലന്റൈൻസ് ഡേ ആയിട്ട് കണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഫെബ്രുവരി ആ ഒരു വീക്ക് ഫുള്ള് ലവേഴ്സിന് വേണ്ടി അതെന്തുവാ ടെഡി ഡേ, ചോക്ലേറ്റ് ഡേ, ഹഗ് ഡേ, ഇതൊക്കെ കിട്ടാനും കൊടുക്കാനും ഉള്ളവർക്കൊക്കെ. പക്ഷെ അതിനിടയിൽ തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനും കുറെ ട്രോളുകൾ കാണാൻ പറ്റും. ചോക്ലേറ്റ് ഡേ ആയിട്ട് നമുക്ക് ചോക്ലേറ്റ് തരാൻ ആരുമില്ല, സ്വന്തമായിട്ട് വാങ്ങിച്ചേക്കാം. ശരി, നമ്മൾ അങ്ങനെയും ചെയ്യുന്നുണ്ട്. സ്വന്തമായി വാങ്ങിച്ച് അത് സ്റ്റാറ്റസിലേക്ക് ഇടുന്ന ഒരു, അല്ലെങ്കിൽ കുറച്ച് നമ്മൾ സിംഗിൾ ആണെന്ന് വിചാരിച്ചിട്ട് എടുത്ത് ഇടുക. എനിക്ക് എന്റെ അനുഭവം പറയാം. കഴിഞ്ഞതിന് മുന്നിലത്തെ വർഷം എനിക്ക് ആദ്യമായിട്ട് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ്, ഞാൻ സിംഗിൾ ആണ്, ആ സിംഗിൾ ആയിരുന്ന സമയത്ത് തന്നെയാണ് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയായിരുന്നു. എനിക്ക് 45 ഇയേഴ്സ് ആയിരുന്നു. അപ്പോ 40 യെല്ലോ ഫ്ലവേഴ്സും 5 റെഡ് ഫ്ലവേഴ്സ് അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് എനിക്ക് ഒരു ഫ്രണ്ട് എനിക്ക് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ആയിട്ട് തന്നു. അത് തന്നിട്ട് ഞാനത് ഫോട്ടോ എടുത്ത് എന്റെ മോനെ അയച്ചു കൊടുത്തപ്പോ അവൻ അതിൽ നടുക്കൊരു 5 റെഡ് റോസ് അത്ര ശരിയല്ലല്ലോ. പിന്നെ ഞാൻ രഹസ്യമായിട്ടല്ല, ഞാൻ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടായിരുന്നു, ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. മാത്രല്ല ഇപ്പം ഈ റെഡ് റോസ് അല്ലെങ്കിൽ റോസാപ്പൂക്കള്, ചോക്ലേറ്റ്സ് ഇതിൽ നിന്ന് മാറി ഈ വാലന്റൈൻസ് ഡേ എന്ന് പറയുന്നത് പൂക്കച്ചവടക്കാർക്കും എന്താ പറയാ മിഠായി കച്ചവടക്കാർക്കും മാത്രമുള്ളതല്ലേ. കേക്ക് അവയ്ക്കെല്ലാം പുറമെ ഓരോ കൂടെ ആഘോഷമായി. അല്ല, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. ഏത് ലെവലിൽ ആഘോഷിക്കണമെന്നും ഏതറ്റം വരെ പോകണമെന്നുള്ള അത് വ്യക്തിപരമായതല്ലേ. അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കണമെന്നേ ഉള്ളൂ, തീർച്ചയായും അല്ലേ? ശരി, അതൊക്കെ അവരുടേതായ ഇഷ്ടങ്ങളാണെന്ന് വിചാരിക്കാം. പക്ഷെ മറ്റുള്ളവർക്ക് എന്തായാലും ഞാൻ ഉദ്ദേശിച്ചത് വീട്ടുകാർക്കും കൂടെയാണ് കേട്ടോ. ഇപ്പൊ ഈ പ്രണയിക്കുന്നതിനൊന്നും ഇപ്പം പണ്ടത്തെ കാലത്ത് ഞാൻ പ്രീ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്ത്, പ്രീ ഡിഗ്രിയാണ് കേട്ടോ, ആ സമയത്തൊക്കെ ഈ പ്രേമം എന്നൊക്കെ നമുക്ക് പരസ്യമായി പറയാൻ പോലും പേടിയുള്ള ഒരു കാലമായിരുന്നു.
അതിൽ നിന്നും അപ്പോഴും പ്രേമിക്കുന്നവരില്ല എന്നല്ല, പ്രേമിക്കുന്നവരുണ്ട്. എനിക്കൊന്നും അതിനൊന്നും പ്രേമോ അതൊക്കെ ആ വാക്ക് പറയാൻ തന്നെ പേടിയായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ പണ്ടത്തെ കാര്യം കണക്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇപ്പം സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പൊ ഓയോ റൂം ആണെങ്കിൽ പണ്ട് കുറ്റിക്കാടും പുല്ലുകളും ഒക്കെ കാണിച്ചാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്ന് ആ ഒരു സ്റ്റാറ്റസ് ഇട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അതായത് വാലന്റൈൻസ് ഡേക്ക് നമുക്കൊരു അഫെയർ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൗഡ് ടു ബി സിംഗിൾ അങ്ങനെയും അല്ല, പക്ഷെ ഭയങ്കര ഇല്ലാന്ന് പറയാൻ വേണ്ടി ബുദ്ധിമുട്ട് വിഷമിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ എനിക്കാണെങ്കിൽ എനിക്ക് തീരാത്തൊരു സങ്കടമുണ്ട്. കാരണം സിംഗിൾ ആയിരുന്നപ്പോഴും മിംഗിൾ ആയതിനു ശേഷവും സെലിബ്രേഷൻസ് ഇല്ല. ഇതുവരെയായിട്ട് എനിക്ക് ഒരാളൊരു പൂ പോലും ഒരു ഇമോഷണലി കണക്റ്റഡ് അല്ല എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എല്ലാ വാലന്റൈൻസ് ഡേക്കും ഗിഫ്റ്റ് കിട്ടാറുണ്ട്. സ്വന്തമായി അയക്കുന്നതല്ല, അല്ലാതെ തന്നെ ഗിഫ്റ്റ് എവിടെ നിന്നാന്നറിയില്ല. എല്ലാ വർഷവും ഒരു പൂവ്, ഒരു കേക്ക്, കുറച്ച് ചോക്ലേറ്റ്സ് എല്ലാ വർഷവും. ആരാണെന്ന് അറിയില്ല, ആരാണെന്നൊന്നും അറിയില്ല. ഒരു കാര്യം, ഈ വീഡിയോ എന്തായാലും അടുത്ത സ്റ്റാറ്റസ് ഒക്കെ ഇടും. അപ്പൊ എന്തായാലും ആൾ കാണുമായിരിക്കും. അഡ്രസ് കൂടെ വെക്കാൻ പറയും, തിരിച്ചയക്കണ്ടേ? തിരിച്ചയക്കാം. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് എന്റെ ബർത്ത്ഡേക്കും അതുപോലെ തന്നെ വാലന്റൈൻസ് ഡേക്കും മാത്രം ഗിഫ്റ്റ്. അത് നന്നായി, തിരികെ കൊടുക്കണ്ടല്ലോ. അതെ, നന്നായി. ഐഡന്റിഫൈ ചെയ്യാനേ പറ്റിയിട്ടില്ല ഇന്ന് ഈ നിമിഷം വരെ. എനിക്കൊരു 8-9 വർഷത്തെ പ്രണയം ഉണ്ടായിരുന്നു. പക്ഷെ അത് സക്സസ് ആയില്ല. അത് എന്താ പറയാ, ചില കാരണങ്ങളുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും ഈ വാലന്റൈൻസ് ഡേ ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. ചെറിയ ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ തുടങ്ങിയ ഒരു അഫെയർ ആയിരുന്നു. അത് ഒരു ഡിഗ്രി സെക്കൻഡ് ഇയർ വരെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ആ ടൈമിലൊന്നും ഈ വാലന്റൈൻസ് ഡേ ആഘോഷിക്കാനോ ഒരു പൂ കൊടുക്കാനോ തിരിച്ചു മേടിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. പക്ഷെ അതിനുശേഷം ഇങ്ങോട്ടേക്ക് ഒരു ഇൻഫോ പാർക്കിലൊക്കെ ജോബായി ഒന്ന് ഇതായി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കഴിഞ്ഞ വാലന്റൈൻസ് ഡേ വരെ ഭയങ്കര രസമായിരുന്നു. മറ്റേ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയോ? പോയി. അല്ല, സക്സസ് ആവാത്ത പ്രണയം എന്ന് പറഞ്ഞില്ലേ, എന്താണ് ഈ പ്രണയം സക്സസ് ആവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സക്സസ് ആവാൻ കല്യാണം കഴിയാന്നാണോ ഉദ്ദേശിക്കുന്നത്? കല്യാണത്തിൽ ഒരിക്കലും പ്രണയം സക്സസ് ആവുന്നത് കല്യാണം കഴിക്കുമ്പോഴല്ല. പക്ഷെ ഒരാളുടെ ആയതിനു ശേഷം നമ്മൾ അയാളെ പ്രണയിക്കുന്നത് തെറ്റല്ലേ? അങ്ങനെയല്ല. അല്ല, ഒരിക്കൽ പ്രണയിച്ച ആളെ പിന്നീട് മറക്കാൻ പറ്റുമോ? മറക്കാൻ പറ്റില്ല. ഇപ്പോഴും ആ ഒരു നമുക്ക് ആ ഒരാളെ കാണും. വീണ്ടും ഞങ്ങൾ കണ്ടുമുട്ടി, ഒരു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടി. ആ ടൈമിലും നമുക്ക് ആ ഒരു കണ്ണുകളിൽ ആ ഒരു പ്രണയമുണ്ട്. പക്ഷെ ഇന്നത്തെ സമയത്തുള്ള ഒരു പ്രണയം ആയിരുന്നില്ല ആ സമയത്ത്. അത് നമ്മള് ഉത്സവ പറമ്പില്, അല്ലെ, ഫോണില്ല, വീട്ടിൽ നിന്ന് ഫോൺ, എന്താ പറയാ, പേരൻസിന്റെ ഏതെങ്കിലും കീപാഡ്, മറ്റേ ടച്ച് അല്ലാത്ത ഫോൺ എടുത്ത് കട്ട് വിളിക്കുന്ന ആ ഒരു സംഭവം. പിന്നെ എന്താ പറയാ, ബസ്സിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ആ വിൻഡോ സീറ്റിലൂടെ കാണുക, അതൊക്കെയായിരുന്നു അന്നത്തെ ആ ഒരു പ്രണയം ആ സമയത്ത്. ശരിക്കും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രണയമാണെന്ന്? ഒരു 4 വർഷത്തോളം നമ്മളത് തുറന്നു പറഞ്ഞിട്ടില്ല. ഒരു 10ാം ക്ലാസ് ഒക്കെ ആയി നമുക്ക് ആ ഒരു ടൈമിലാണ് നമ്മളത് ഓപ്പൺ ആയത്. അതൊരു ഡിഗ്രി സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് ശരിക്കും വീട്ടിൽ അറിയുന്നത്. പക്ഷെ ഇന്നത്തെ ഒരു കലിപ്പായി, പ്രശ്നമായി. അത് അവിടെ തന്നെ ഒരു ഡിഗ്രി സെക്കൻഡ് ഇയറോട് കൂടിയിട്ട് അത് വൈൻഡപ്പ് ആയി. പക്ഷെ എന്നിരുന്നാലും ഈ ടൈമിലേക്ക് ഒന്ന് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും വർഷം നമുക്ക് കീപ്പ് ചെയ്ത് വെക്കാൻ പറ്റുമോ? അല്ലെ, രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ പറ്റുമോ പ്രണയം? അല്ലെ, ഇന്നത്തെ ഒരു കാലഘട്ടത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ അല്ലെ, ഈ പ്രണയം ഈ എല്ലാവർക്കും ഇപ്പം നമ്മള് കമ്മിറ്റഡ് ആയെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ ഇടുക. സോഷ്യൽ മീഡിയ ആണ് ഇപ്പൊ എല്ലാം. ഞാൻ കമ്മിറ്റഡ് ആണ്, എനിക്ക് ഗിഫ്റ്റ് കിട്ടി, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഡേറ്റിംഗ്, അങ്ങനെയല്ല. ഫസ്റ്റ് കിസ്, ഹഗ് എന്ന് വേണ്ട, ഫേസ് കാണിച്ചല്ലെങ്കിൽ പോലും അതെ അത് മറ്റുള്ളവരെ അറിയിക്കണം. അല്ല, അതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്നായിട്ട് വെക്കുന്നതാണ്. ഇപ്പൊ കാവ്യക്ക് ഒരാളുമായിട്ട് പ്രണയമായി, അയാൾക്ക് കാവ്യയോടൊപ്പം തന്നെ വേറെ ഒരു 3 പ്രണയം കൂടെ ഉണ്ടെന്നിരിക്കട്ടെ, അത് കാവ്യക്ക് ഓക്കെ ആണോ? എനിക്ക് ഓക്കെ അല്ല. അപ്പോ ഈ പണ്ടത്തെ കാലത്ത് ഇങ്ങനെയുള്ള പ്രണയങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഒരു പെണ്ണിന് തന്നെ പല പുരുഷന്മാരുമായിട്ട് പ്രണയം ഉണ്ടാവും. എല്ലാരും വിചാരിക്കുക ഞാനാണ് അവളുടെ കാമൻ, ഒരു 4-5 പേര് പണ്ടുണ്ടായിരുന്ന പലതും തന്നെയാണ് ഇപ്പൊ ഫോളോ ചെയ്ത് വരുന്നത്. ജെൻസി കിഡ് വിചാരിക്കും ഇതൊക്കെ അവര് തുടങ്ങി വെച്ചതാണ്. ഒരിക്കലും അല്ല. പരസ്പരം അറിയില്ല. ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇതെങ്ങനെയെങ്കിലും പുറത്തായാൽ മാത്രമേ അറിയൂ. ഇപ്പൊ പബ്ലിക് ആവുന്നു എല്ലാം. പബ്ലിക്കായി പറയുന്നത് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് അതാണ്. ഒരാൾ ആരെയൊക്കെ
തുറന്ന് പറയാൻ പറ്റും. പറയാനായിട്ട് ഇപ്പൊ എനിക്ക് വേറെ ഒരു എന്താ പറയാ, ഞാൻ എന്റെ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ഹസ്ബൻഡിനോട് പറയുന്നതിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഹസ്ബൻഡിന്റെ ഇതനുസരിച്ച്. അപ്പൊ നേരത്തെ പറഞ്ഞു ആദ്യത്തെ പ്രണയം, ആ ഒരു പ്രണയം പിന്നെ മറക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. എന്റെ ഒരു ഇതനുസരിച്ച് എനിക്ക് തോന്നുന്നത് എല്ലാ പ്രണയത്തെയും ആദ്യ പ്രണയമായിട്ട് കാണണമെന്നാണ്. ഇപ്പൊ ഒരു പ്രണയം അത് ബ്രേക്കപ്പ് ആയി, അപ്പൊ അത് നമ്മൾ കുറച്ച് ദിവസമൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കും. അടുത്ത പ്രണയം വരുമ്പോൾ, കാരണം നമ്മളൊരു ഇനി അതുപോലെ വേറൊരാളെ കാണാൻ പറ്റില്ല എന്നൊക്കെ പറയുമായിരിക്കും, പക്ഷെ അതിനേക്കാൾ ഭംഗിയായി നമ്മളെ സ്നേഹിക്കുന്ന കെയർ ചെയ്യുന്ന ഒരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ, നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ആളിനോട് ഇതേപോലെയല്ല ഇതിനേക്കാൾ ഇഷ്ടം വരും എന്നതാണ് അതിനൊരു യാഥാർത്ഥ്യം. ഈ പ്രണയം ആയിക്കോട്ടെ സ്നേഹം ആയിക്കോട്ടെ, നമ്മളിപ്പോ പല കോട്സ് ഒക്കെ വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ പ്രണയിക്കുക എന്നതിനപ്പുറത്തേക്ക് പെടുക അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടുക, ആ ഒരു ഫീൽ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഫീൽ ആയിരിക്കും. ഇമോഷണലി നമ്മളെ ഭയങ്കരമായിട്ട്, ഇപ്പൊ നമ്മളുടെ വർക്ക് പ്രഷർ ആയിക്കോട്ടെ, പല സ്ട്രെസ്സുകളും ആ ഒരു കെയറിങ്, ആ ഒരു സ്നേഹം കിട്ടുന്നതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും. ഇപ്പം ഒരു 9 to 5 ജോബ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ആ ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ സ്നേഹിക്കപ്പെടാൻ അല്ലെങ്കിൽ ഒരാൾ നമ്മളെ കെയർ ചെയ്യാനുണ്ടെങ്കിൽ ഒരുപാട് ഡിഫറൻസ് ആ ഒരു ഇതിൽ വരുന്നുണ്ട്. അതായത് ഈ കാവ്യ പറഞ്ഞില്ലേ പ്രണയിക്കപ്പെടുക, ഇപ്പൊ നമുക്ക് പ്രണയിക്കാം, നമ്മളെ തിരികെ പ്രണയിക്കണമെന്ന് പോലും ഇല്ല. നമുക്കൊരാളെ പ്രണയിക്കണം, നമ്മുടെ മനസ്സിൽ ആ ആൾക്ക് ആ ഒരു സ്ഥാനം കൊടുത്ത് നമുക്ക് പ്രണയിക്കാം, എത്ര കാലം വേണോ പ്രണയിച്ചിരിക്കാൻ കഴിയും. പക്ഷെ ഈ പ്രണയിക്കപ്പെടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നിടത്താണ് നമുക്ക് സങ്കടം ഉണ്ടാവുന്നത്. അല്ല, ഈ പ്രണയിക്കപ്പെടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാനും കാണുന്നേ. ഇപ്പൊ നമ്മൾ സ്നേഹിക്കുന്നു, നമ്മൾ ജീവൻ കൊടുത്ത് സ്നേഹിച്ചെന്ന് കരുതിയിട്ട് അത് തിരിച്ചു കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. പ്രണയദിനം എന്ന് പറയുന്നത് നല്ലൊരു ദിവസമാവട്ടെ. അത് പ്രണയിക്കുന്നവർക്കും പ്രണയിക്കപ്പെടുന്നവർക്കും അതിനോർത്ത് വിഷമിക്കുന്നവർക്കും എല്ലാവർക്കും നല്ലൊരു മലയാളികളുടെ ഈ മലയാളികളുടെ മനസ്സിൽ പ്രണയം നിറച്ച നായകനാണ് മോഹൻലാൽ. അദ്ദേഹത്തിന്റെ പഴയകാല ചിത്രങ്ങളെല്ലാം, ആ താളവട്ടമൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഒരു മാസം, ഞാനും എന്റെ അനിയന്മാരും കൂടെ കണ്ടിട്ട് ഒരു മാസം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ ദുഃഖാചരണമായിരുന്നു. അപ്പൊ അങ്ങനെ കുറേ സിനിമകളുണ്ട് മോഹൻലാലിന്റെ പ്രണയം. ഇപ്പോഴും കണ്ടാലും നമ്മുടെ ഉള്ളിൽ ആ പ്രണയം നിറയ്ക്കുന്ന. മോഹൻലാൽ പറഞ്ഞതുപോലെ എല്ലാത്തിനോടും അദ്ദേഹത്തിന് പ്രണയമാണ്. കൂടെ അഭിനയിക്കുന്നവരോടും ആ പ്രണയം വേറൊരു തലത്തിലുള്ള പ്രണയമാണ്. ഈ പറയുന്നത് പോലെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഈ ഒരു പ്രണയമല്ല, അതിനേക്കാൾ ഒരുപാട് ഉയരെയുള്ള ഒരു പ്രണയമാണ്. എല്ലാവർക്കും അങ്ങനെ എല്ലാവരെയും അങ്ങനെ പ്രണയിക്കാൻ കഴിയുമാറാകട്ടെ. അതെ.